പയ്യന്നൂർ കോത്തായിമുക്ക് നാഷണൽ ഹൈവേയിൽ നിരോധിച്ച ഓൺലൈൻ പടക്കങ്ങൾ പിടികൂടി. ശിവകാശിയിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവന്ന് പടക്കങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് സ്ഥലത്തെത്തി വാഹനം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഉത്സവ സീസൺ ആരംഭിച്ചതോടെ വ്യാപകമായാണ് ഓൺലൈൻ പടക്കങ്ങൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. സുപ്രീംകോടതി വിധി മറികടന്നാണ് അനധികൃതമായി ഓൺലൈൻ പടക്കങ്ങൾ വ്യാപകമായി എത്തിക്കുന്നത്. 2015 ഒക്ടോബർ 15-നാണ് ഓൺലൈൻ പടക്ക വിൽപ്പന പൂർണ്ണമായും സുപ്രീംകോടതി നിരോധിക്കുന്നത്. അനധികൃത പടക്ക വിൽപ്പനയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫയർവർക്സ് മെർച്ചന്റ്സ് അസോസിയേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിരുന്നു. അധികാരികൾ ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഫയർവർക്സ് മെർച്ചന്റ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വിഷു വരുന്ന ഈ അവസരത്തിൽ ഒരുപാട് ഇത്തരം കച്ചവടം വരുന്നൊരവസ്ഥയുണ്ട്. വ്യാപാര മാന്ദ്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ സമയത്ത് ഇത്തരം വ്യാപാരങ്ങളെ പൂർണ്ണമായും നിരോധിച്ചേ മതിയാവും. എല്ലാവിധ ടാക്സുകളും എടുത്ത് എല്ലാ ലൈസൻസും എടുത്ത് ചെയ്യുന്ന ഈ കച്ചവടം ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ വരുന്നത് പയ്യന്നൂരിലാണ്. തീർച്ചയായും ഈ ഒരു പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഇവിടുത്തെ വെടിവ്യാപാരികൾ മാത്രമല്ല ഇവിടുത്തെ പയ്യന്നൂർ ചേംബർ ഓഫ് കോമേഴ്സ് പോലും മുന്നോട്ട് വരുമെന്ന് മാത്രം ഈ കാര്യത്തിൽ മുന്നറിയിക്കുകയാണ്. അലക്ഷ്യമായി പടക്കങ്ങൾ കൈകാര്യം ചെയ്തതിന് തമിഴ്നാട് സ്വദേശി കറുപ്പുസ്വാമിയുടെ പേരിൽ കേസെടുക്കുമെന്ന് പയ്യന്നൂർ പോലീസ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.